ഫ്രാൻസ് ദേശീയ ടീം പരിശീലക സ്ഥാനത്ത് നിന്ന് ദിദിയർ ദശാംസ് പടിയിറങ്ങുന്നു. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പോടെ ഫ്രാൻസിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് ദശാംസ് സ്ഥാനമൊഴിയും. 2012 മുതൽ ഫ്രാൻസിനെ നയിക്കുന്ന ദശാംസ് ഇനി കരാർ പുതുക്കില്ല. ഇതോടെ 14 വർഷം നീണ്ട ഫ്രാൻസിനൊപ്പമുള്ള ഇതിഹാസപരമായ യാത്രയ്ക്കാണ് അവസാനം കുറിക്കപ്പെടുന്നത്. TF1 നൽകിയ അഭിമുഖത്തിൽ ദശാംസിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ 2012 മുതൽ ഇവിടെയുണ്ട്, 2026 വരെ ഉണ്ടാവും, അടുത്ത ലോകകപ്പ് വരെ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. പക്ഷേ അത് ഇവിടെ അവസാനിക്കും, കാരണം അതൊരു ഘട്ടത്തിൽ അവസാനിക്കണം. ഫ്രഞ്ച് ടീമിനെ ഉയർന്ന തലത്തിൽ നിലനിർത്താനുള്ള അതേ ആഗ്രഹത്തോടെയും അതേ അഭിനിവേശത്തോടെയും ഞാൻ എൻ്റെ സമയം ചെയ്തു, ദശാംസ് പറഞ്ഞു. ദശാംസിന് കീഴിലായിരുന്നു ഫ്രാൻസ് 2ാം ലോകകപ്പ് വിജയം സ്വന്തമാക്കിയത്. 2018 ലോകകപ്പിൽ കലാശപ്പോരിൽ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസ് കിരീടത്തിൽ മുത്തമിട്ടത്. 2021 നേഷൻസ് ലീഗ് കിരീട വിജയത്തിലേക്കും ദശാംസ് ടീമിനെ നയിച്ചു. 2022 ലോകകപ്പ് ഫൈനലിലേക്കും ടീമിനെ നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 2016 യൂറോ കപ്പ് ഫൈനലിലെത്തിയതാണ് മറ്റൊരു നേട്ടം. ഫ്രാൻസിനെ ഏറ്റവും കൂടുതൽ കാലം പരിശീലിപ്പിച്ചതും ദശാംസ് തന്നെയാണ്. 165 മത്സരങ്ങളിലാണ് ഇതുവരെ ദശാംസിന് കീഴിൽ ഫ്രാൻസ് കളിച്ചത്. നായകനായും പരിശീലകനായും ഫ്രാൻസിനെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചു എന്ന ഖ്യാതിയും ദശാംസിന് സ്വന്തം. 2026 ലോക കിരീടവുമായി വിടവാങ്ങുകയാണ് ദശാംസിന്റെ ലക്ഷ്യം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.